മലയാളിയുടെ ഓണപ്പൂക്കളവും ഓണപ്പാട്ടും ഓണസദ്യയും ഒമാന്റെ മണ്ണിൽ ഒരുമിക്കുന്ന കൗമുദി ടിവിയിലൂടെ എള്ളുണ്ട ഒമാനോണം 2026 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരുഭൂമിയുടെ മനോഹാരിതയിൽ കേരളത്തിന്റെ തനിമ തൊട്ടറിഞ്ഞ് ഈ ഓണനാളിൽ ശാസ്ത്രീയ നൃത്തത്തിന്റെയും പാരമ്പര്യ കലാരൂപങ്ങളുടെയും സുന്ദര സംഗമം ഇവിടെ അരങ്ങേറുകയാണ്. നമ്മുടെ പൈതൃകത്തിന്റെ സൗന്ദര്യം വിളിച്ചോതുന്ന മനോഹരമായ ഒരു നൃത്താവിഷ്കാരത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ തുമ്പി
മണ്ണിൽ ഓണനിലാവ് പരത്തുന്ന ഈ ആഘോഷവേളയ്ക്ക് മാറ്റുകൂട്ടാൻ മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളുമായി നമ്മുടെ ഗായകർ നമ്മോടൊപ്പം ചേരുന്നു. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതിലെ ചാർത്തിയില്ലേ കോടിയൊടുത്തില്ലേ. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതിലെ ചാർത്തിയില്ലേ കോടിയൊടുത്തില്ലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. മിന്നി മിനുങ്ങണ നക്ഷത്രങ്ങൾ കിങ്കു കൊടുത്തിലേ പൊന്നാര്യം കണ്ടം നടുവ ഞാറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി.
അല്പം സ്നേഹവും മധുരവും പങ്കിടുമ്പോൾ തന്നെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രവാസ ലോകത്തെ ഓണപ്പായസമാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കണ്ട, നമുക്ക് ആ ഓണപ്പായസത്തിൻ്റെ കൂട്ടുകളിലേക്ക് പോകാം. ഈ പൊന്നോണ നാളിൽ കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറ്റ്ലസ് അൽ ജസീറ പ്രസൻസ് എല്ലുണ്ട ഒമാൻ ഓണം 2026ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുക്കണി പായസമാണ്. ഇതൊരു തമിഴ് ഡിഷാണ്. അവരുടെ പുതുവത്സര ദിനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പായസമാണ് മുക്കണി പായസം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുക്കണി പായസമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് നമ്മുടെ ചെറുപരിപ്പ് വേവിച്ച് വെച്ചതാണ്. പിന്നെ സാബുനരിയുണ്ട്, അതേപോലെ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 2ാം പാലുണ്ട്, 1ാം പാലും ഇതേ എടുത്ത് വെച്ചു. പിന്നെ ഇത് മാമ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചക്കപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ചെറുപഴവും ഏത്തപ്പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിന് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഏലക്കാപ്പൊടിയും ഉണ്ട്. അതെ, അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇച്ചിരി ചെറുപരിപ്പ് ഇതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയിൽ കിടന്ന് നമുക്ക് ഈ ചെറുപരിപ്പ് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറട്ടെ. ഒരു പാട്ട് പാടിയാലോ? ഓണപ്പാട്ട്. ദേവു സ്റ്റാർട്ട്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമതത്തോടെ വസിക്കും കാലം അവർക്കെങ്ങാക്കുമുട്ടില്ലതാനും. ഇതാ നമ്മുടെ പരിപ്പ് നല്ലപോലെ ഒന്ന് നെയ്യിൽ കിടന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാം. പാവ് കാച്ച ശർക്കര. നമുക്ക് ആവശ്യമുള്ള മധുരം എത്രയാണ് വേണ്ടേ അതേപോലെ ചേർക്കാം. പയറ് ശർക്കരയും എല്ലാം നല്ലോണം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാമ്പഴം കൊടുക്കും. നല്ല ടേസ്റ്റി പായസമാണ് ഇത്. ഫ്രൂട്ട്സും പയറും ഒക്കെ ചേർന്നിട്ടുള്ള പായസം ഉണ്ടായി. ഇനി കുറച്ച് ചക്കപ്പഴം. ഇത് നെയ്യിൽ വഴറ്റിയിട്ട് വേണമെങ്കിലും ഇടാവേ. ഞാൻ ഡയറക്റ്റ് അങ്ങനെ ഇടുന്നതാണ്. വറ്റി വരണം, നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് മാങ്ങയും ചക്കപ്പഴവും പഴമൊക്കെ നല്ലപോലെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ ചവരി ഇട്ട് കൊടുക്കാം. ചവരി ഇതേ. ഇനി നമുക്കിതാ 2ാം പാലാണേ ഒഴിക്കുന്നത്. ദൈവമൊന്ന് ശർക്കര മധുരം ഉണ്ടോ നോക്കിയേ പായസത്തിന്. നമ്മൾ പണ്ട് കയ്യിലാണ് കൊടുക്കുക. മധുരം കൂടുതലാണോ? പാകത്തിന് മധുരം. ഇതാ ഇനി ഏലക്കാപ്പൊടി ഇടുന്നുണ്ടേ. ഇടുന്നുള്ള ഏലക്കാപ്പൊടി അതേപോലെ നമ്മൾ കണ്ണൂരാറ്റ് ദേവു പായസത്തിൽ ഒരു നുള്ളു ഉപ്പിടും. എല്ലാ പായസങ്ങളും ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം ബാലൻസ് ആവും. പായസം നല്ല തിളച്ച് വരുന്നുണ്ട്. സ്മെല്ലൊക്കെ ഉണ്ട്. അതായത് നല്ല മണമില്ലേ. മാങ്ങയും ചക്കപ്പഴവും ചക്കയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പ്രവാസികൾക്ക് ചക്കയൊക്കെ ഒരു സന്തോഷമാണല്ലേ കൂടുതൽ. അപ്പം നമ്മുടെ പായസം ഇറക്കി വെക്കുവാണേ. എന്നിട്ട് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇതാ 1ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ അടിപൊളി മുക്കണി പായസം റെഡിയായിട്ടുണ്ട്. ഇനി കിസ്മിസും അണ്ടിപ്പരിപ്പും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നെയ്യിൽ വറുത്തിടാം. അണ്ടിപ്പരിപ്പ് കിസ്മിസും വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ്.
അങ്ങനെ ഇത് നമ്മുടെ മുക്കണി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ സേവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പായസം മുക്കണി പായസം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം വെച്ച് നോക്കുക. നല്ല ടേസ്റ്റി പായസമാണ്. ഫ്രൂട്ട്സും പരിപ്പും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ദേവു പായസം ടേസ്റ്റ് ചെയ്ത് നോക്കണേ. മായൻ്റെ പായസം എങ്ങനെയാണ്? അതിൻ്റെ പായസം മുക്കണി പായസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ടല്ലേ? അല്ല കുഴപ്പമില്ല. പായസം എങ്ങനെ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പായസം. നല്ല മാമ്പഴത്തിൻ്റെയും ചക്കയുടെയും ഒക്കെ ഫ്ലേവർ എടുത്ത് നിൽക്കും. പരിപ്പ് പിന്നെ ഏലക്കയുടെ ആ ടേസ്റ്റ് ഫ്ലേവർ എല്ലാം എടുത്ത് നിൽക്കും. നല്ലൊരു വെറൈറ്റി പായസമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. നമസ്കാരം. മരുഭൂമിയിലെ ഓണാഘോഷത്തിന് മൊഞ്ചും താളവും പകരാൻ ഇതാ കസവുമുണ്ടും തട്ടവും അണിഞ്ഞ് നമ്മുടെ സഖിമാർ എത്തിയിരിക്കുന്നു. മലബാറിന്റെ സ്വന്തം ഒപ്പന. വരിക, നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. കുളിർ മങ്കെ മടവാരു കുറിഞ്ഞിപ്പൂവെ കൊണ്ട് തരുവാൻ ഞാൻ നല്ല മലർ മുല്ലപ്പൂ. തുമ്മൽ വിളരാതടയാളവും മണ്ണിലൊരു തീയും ഇവർക്കൊപ്പം പറവാനില്ലേ. മർഹബ വരവിനാൽ മണവാട്ടിയും മറ്റും മഹർപറ്റ പലരൊത്ത് കല്യാണമേ. ഫർഹത്തിൽ നടന്നെത്തി മനക്കുള്ള പന്തലിൽ പടിവാതിൽ കടപ്പാനുള്ള അനുവാദമേ. ഫുർഖാനിൽ വലുപ്പങ്ങൾ നമുക്കല്ല വിധിത്തതും പൈഗാംബർ നബിയുള്ള ബർക്കത്താലേ. പിറകങ്ങൾക്കത് കാണാൻ വിധി കൂട്ടി തരട്ടെ പൊൻ ഉലകത്തിൽ നബിയുള്ള തിരുമംഗലം. മൂല പുരാണ പുതുമാ മുഹമ്മദിൻ മാലക്കിണ കൊള്ളും ബീവി ഖദീജാന. പുരാണ പുതുമാ മുഹമ്മദിൻ മലക്കിണ കൊള്ളും ബീവി ഖദീജാന. ആലപ്പുമാനപ്പു ഖോജ മുഹമ്മദിൻ ആശക്കടലോളം കൊള്ളും ഖദീജാന. ആലപ്പുമാനപ്പു ഖോജ മുഹമ്മദിൻ ആശക്കടലോളം കൊള്ളും ഖദീജാന. വേളി കൊണ്ടൊന്നിച്ചു വാർത്തും മുഹമ്മദിൻ പൊന്മാല കാട്ടിക്കൊടുത്ത ഖദീജാന. വെളി കൊണ്ടൊന്നിച്ച് വാത്തും മുഹമ്മദിൻ പൊന്മാല കാട്ടിക്കൊടുത്ത ഖദീജാന. അലങ്കാര പദവിയൊറ്റൊടുങ്ങാവണ്ണം ആതൃപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം. അലങ്കാര പദവിയൊറ്റോടുങ്ങവണ്ണം ആതൃപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം. പറവത് വണ്ണമേ പലപതി ഇന്നും വരവത് മന്നരും അമിറുകൾ പിന്നും അറിവർ നിന്നിട പുരനഗരിന്നും. അറിവർ നിന്നിട പുരനഗരിന്നും. നഗരത്തിൽ പലതു ചാർയജമാനോരും മഹാഘോഷം നളർപ്പാനായി അണയുന്നോരും. നഗരത്തിൽ പലതു യജമാനോരും മഹാഘോഷം നളർപ്പാനായി അണയുന്നോരും. അണവിടും സരസര ശിരികളും പുരുഷർ തനമുടെ മദനരും ശുഭശാപു പയ്യലർ ഗുണമുടെ സോജന ലിവസുകളണൈവർ. ഗുണമുടെ സോജന ലിവസുകളണൈവർ. ആണന്യന്റെ ദീനം വേല അടുത്തടുത്തേ അരിപ്പപ്പു കുളർ ഹുസനുൽ ജമാലുരത്തേ. ആണഞ്ഞന്റെ ദീനം വേല അടുത്തടുത്തേ ആരിപ്പപ്പു കുളർ ഹുസനുൽ ജമാലുരത്തേ. ആദി മുതൽ പുരാണമായ തിരുമുത്തൊളിവേ ആയ പടപ്പിനെല്ലാം ആരിതാപിന്നായ തെളിവേ. കാതൽ മുഹമ്മദ് എന്ന കാരുണ പേർ പെറ്റൊളിവേ കാലം പശമ്മയിൽ പന്തല്ല പടച്ചു വെച്ച്. ചോതി മികവു പെറ്റ മാണിക്യത്തിൽ വെച്ചൊളിവേ ചൊൽവാൻ 70,100,000 ബോധം മികവ് പെറ്റ പാട്ടും കലീമ ചൊല്ലി പോറ്റും പുരാണ വാർത്ത പാത്തിരുന്ന മാണിക്കത്താ. ഇവിടെ വന്ന നേരം ഖാത്തിമുൻ റസൂലും കല്യാണ പന്തൽ അത്തലത്തടുത്തേ. അത്തരത്തിൽ ആദരത്തെതിരേൽക്കുവാൻ വന്നൊത്തു നിന്ന് ചിത്തിരാർ മഹാഗുണത്തരായ മൊഹിരിഷർ നബിന്റെ. അത്തരത്തിൽ ആദരിത്തെതിരേൽക്കുവാൻ വന്നൊത്തു നിന്ന് ചിത്തിരാർ മഹാഗുണത്തരായ മൊഹിരിഷർ നബിന്റെ. നല്ലവൾ സുവർക്ക ബീവി നാക്ഷിയാൾ മുഞ്ചശക്ക് ഹാലേ. നാക്ഷി
മെത്തരി പടിയരഞ്ഞാണം മെത്തക്കെടുക്കയുടെ ഏലസുനൂലും എത്തിരമാലകൾ ചിത്തിരമാലും കിലു കിലുത്താലി താളത്തിൽ കൂട്ടി കോന്തല കിശയ്ക്കൊപ്പിച്ചിറക്കി കെട്ടി സഭതോറും സമ്മതം ചോദിച്ച് നാരിത പോകുന്നേ മണവാട്ടി ഖദീജക്ക് മംഗളം നേർന്നിടനേ സഭതോറും സമ്മതം ചോദിച്ച് നാരിത പോകുന്നേ മണവാട്ടി ഖദീജയ്ക്ക് മംഗളം നേർന്നിടണേ ഈ നല്ല സുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഇരുവർക്കും മംഗളം നേർന്നിടുന്നല്ല ഈ നല്ല സുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഇരുവർക്കും മംഗളം നേർന്നിടുന്നല്ല. സിനിമാറ്റിക് താളങ്ങളുടെ മാസ് വൈബും സ്റ്റൈലിഷ് ചുവടുകളും കോർത്തിണക്കി നിങ്ങളെ ത്രില്ലടിപ്പിക്കാൻ ഇതാ ഒരു കിടിലൻ പെർഫോമൻസ്. मेरे ढोल ना सुन मेरे प्यार की धुन मेरे ढोल ना सुन मेरे ढोल ना सुन मेरे प्यार की धुन मेरे ढोल ना सुन मेरी चाहते तो फिजा में बहेंगी जिंदा रहेंगी होके फना तननना तुम तननना तुम तननना तुम तननना तुम ताना मेरे मेरे ढोल ना सुन मेरे प्यार की धुन मेरे ढोल ना మగసని ధని సగమా మగసని ధని సగ మగసని ధని సగమా గ మ గ సని ద మగ మదని సని ద మగ మదని సా ని ధని స ధని స ధని స ధని స మదని 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 ధని స ధని స ధని స మదని 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 స మదని స మదని స మదని స సని దమ సని దమ సని దమ సని దమ మమ గగ స సని ని స సని ని దద ని ని స సని ని దద మమ గగ స సని ని దద ని స స స ని ద స స స మద స స मेरे ढोल ना सुन मेरे प्यार की धुन मेरे ढोल
ढोलना എള്ളുണ്ട ഒമാനോണം 2026 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.